ओम शांति। बाबा ने हमको हमेशा हम सबको खुशी और नशे में देखना चाहता है। ബാബ നമ്മൾ ഓരോ കുട്ടികളെയും വളരെ സന്തോഷത്തിലും ലഹരിയിലും കാണാനാണ് ആഗ്രഹിക്കുന്നത്. अभी पिछले जो वाणी रिवाइज चला ऑनलाइन बाबा मिलन का, उसमें भी बाबा ने बताया, बच्चे आपके चेहरों से चेहरा देखते हुए दूर से लोगों को पवित्रता का, शांति का, शक्ति का वाइब्रेशन मिलना चाहिए. ഈ കഴിഞ്ഞ 2 ബാബയുടെ അവ്യക്തമിലനം ഇപ്പോൾ ഓൺലൈൻ അവ്യക്തമിലനാണ്. അപ്പോൾ ഈ 2 മുരളികൾ ബാബ റിവൈസ് ചെയ്യിപ്പിച്ചപ്പോഴും ബാബ്ദാദ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ മക്കളിലൂടെ എത്ര അകലെ നിന്നും വേണമെങ്കിലും, വളരെ ദൂരെ നിന്നും നിങ്ങളുടെ മുഖത്തിൽ കൂടി അഥവാ നിങ്ങളുടെ സ്വരൂപത്തിലൂടെ പവിത്രതയുടെയും ശക്തിയുടെയും ആകർഷണം മറ്റുള്ളവർക്ക് ഉണ്ടാകണം. जब हमारा मन के अंदर क्लैरिटी है, कोई कंफ्यूजन नहीं है, दिल साफ है ना, दिमाग क्लियर है, तो मुख में वो झलक पवित्रता का, खुशी का ऑटोमेटिकली आ जाता है. എപ്പോഴാണ് നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കുന്നത്, വളരെ വ്യക്തമായിരിക്കുന്നത്, സ്പഷ്ടമായിരിക്കുന്നത്, ബുദ്ധിയിൽ യാതൊരു തരത്തിലുള്ള കൽമഷവും ഇല്ലാതിരിക്കുന്ന ശുദ്ധമായിട്ടുള്ളത്, അപ്പോൾ മാത്രമേ നമ്മുടെ മുഖത്തിൽ ആ പ്യൂരിറ്റിയുടെ പ്രഭ ഉണ്ടാവുകയുള്ളൂ. जैसे बाबा ने बताता है, अंदर बाहर साफ, कोई दिखावट नहीं है, कोई छिपाएंगे नहीं, है ना, हमेशा एक जैसे रहेंगे, तो तब क्या है, मन क्लियर है, आप में भी कोई कंफ्यूजन नहीं है, संबंध में भी आपसी संबंध बहुत अच्छा रहेगा, दिल साफ रहेगा, तब क्या होगा, हमारे में वो खुशी नशा हमेशा बनी रहेगी. അതായത് ബാബ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതാണ് മക്കളുടെ മനസ്സ്, നമ്മൾ പറയാറുണ്ട് ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. എപ്പോഴാണ് ഹൃദയത്തിൽ ശുദ്ധി, അതായത് അകവും പുറവും ഒരുപോലെ ഇരിക്കുന്നത്, എനിക്കും എന്നെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും. അതുപോലെ മുന്നിൽ നമ്മളോടൊപ്പം ആരൊക്കെ സമ്പർക്കത്തിൽ വരുന്നു അവരും നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും വളരെ ക്ലിയർ ആയിരിക്കും. അപ്പോഴാണ് ബാബ പറഞ്ഞതുപോലെ, ബാബ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളിലൂടെ ആ ഒരു മുഖത്തിൻ്റെ തിളക്കം, പ്രഭാവം ഉണ്ടാവുക. इस मुरली में मुझे तो बहुत अच्छा लगा पॉइंट बाबा ने बताया है ना, 1 सेकंड में फुल स्टॉप लगाना है. फुल स्टॉप आप सो भी सुने हैं ना, सो फुल स्टॉप 1 सेकंड में फुल स्टॉप. सो अभी हमने देखा 1 साल में क्या क्या परिवर्तन आया, है ना. सो अभी समय का जरूरत ये है, हम सभी को सेकंड में फुल स्टॉप लगाना पड़ेगा. बाबा ने बताया है अभी से हम तैयारी करना है. बाबा ने पिछले वो वाणी में 1 हफ्ते का टाइम दिया था हमको. इस 1 हफ्ते में बार बार फुल स्टॉप लगाने का अभ्यास करो. आप सभी किए होंगे, है ना. सो इसके बारे में थोड़ा मैं आपको, इसका अर्थ क्या है, इसका जरूरत क्या है, इसके बारे में थोड़ा बताऊंगा मैं. ഈ കഴിഞ്ഞ അവ്യക്ത മുരളിയിൽ ബാബ പറഞ്ഞിരിക്കുന്ന മഹാവാക്യത്തിൽ എനിക്കിഷ്ടപ്പെട്ടൊരു പോയിന്റ് എന്ന് പറയാണ് ബ്രദർ. അതായത് 1 സെക്കൻഡിൽ എനിക്ക് എല്ലാ കാര്യത്തിലും ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയണം. അപ്പോൾ ആ ഇടാൻ നമ്മളെ പഠിപ്പിച്ച് ഈ കഴിഞ്ഞ കാലങ്ങൾ 1 വർഷത്തോളം പെട്ടെന്ന് വന്നിരിക്കുന്ന പരീക്ഷണം കൊണ്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ 1 സെക്കൻഡിൽ എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള അഭ്യാസം ഉണ്ടായിരിക്കണം. അപ്പോൾ ബാബ പറഞ്ഞിരിക്കുന്നത് 1 ദിവസം ഇടയ്ക്കിടെ, ഒരാഴ്ചത്തെ ഹോംവർക്ക് ബാബ നൽകിയതാണ്. അപ്പോൾ ഇടയ്ക്കിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഫുൾ സ്റ്റോപ്പ് 1 സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ എന്നെ കൊണ്ട് കഴിയണം എല്ലാ കാര്യത്തിൽ നിന്നും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ബ്രദർ ഇന്ന് നമ്മളോട് ചില പോയിന്റ്സുകൾ ഷെയർ ചെയ്യുന്നത്. बाबा ने हमको ये भी बताया है, अगर कोई भी संस्कार अपनाना है तो 1 दिन 2 दिन में नहीं होगा, बार बार करना होगा, महीने भर करना होगा,
1 साल तक करना होगा। सो इसलिए हम अभी से ये तैयारी हमको करना है। सो अभी तो जो कोरोना आया, भाई लोग और बहनें लोग सभी आपको कोरोना का एक्सपीरियंस सुनाया होगा, आप भी अनुभव किया इस 1 साल में। सो ये सब जो बाबा ने, देखिए बाबा वो मुरली सुनाया था 2010 में, तब हमको इतना ध्यान नहीं था। अभी फिर जब रिवाइज मुरली सुना, अभी हमको लग रहा है इसका महत्व क्या है। और आने वाले समय में ये भी यही हमको काम में आएगा। कुछ भी परिस्थिति हो, हम दुनिया में देख रहे हैं, रोज हम सुनते हैं क्या क्या परिस्थिति, नई नई बातें, समस्याएं। सो इस बीच में रहते हुए हमको एकदम कुछ भी सुनते हुए, कुछ भी देखते हुए हमको फुल स्टॉप लगाना पड़ेगा, तब हमारा स्थिति को हम मेंटेन कर पाएंगे। അതായത് നമ്മൾ ഏതൊരു സംസ്കാരത്തെയും എൻ്റേതാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ചെയ്തത് കൊണ്ടൊന്നും സാധിക്കില്ല. അത് ഒരിക്കൽ ഞാൻ ചെയ്തതുകൊണ്ട് അതെൻ്റെ സംസ്കാരമാവുന്നില്ല. അപ്പം അതിനെ ആവർത്തിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒരു ആഴ്ച എടുക്കാം, ഒരു മാസം എടുക്കാം. അധികം പറ്റിയില്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു വർഷം പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ എന്തെങ്കിലും എൻ്റേതാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കൊറോണയുടെ ടൈമിൽ പോലും, അതായത് അങ്ങനത്തുള്ള പരീക്ഷണങ്ങൾക്കിടയിൽ പോലും നമ്മളെ ബാബ, അതായത് 2010 മുരളിയായിരുന്നു, ഫെബ്രുവരി 5 മിലനത്തിലുണ്ടായത്. അപ്പം അന്ന് കേട്ട മുരളിയാണ് നമ്മൾ ഇന്നും കേൾക്കുന്ന മുരളി. പക്ഷേ അന്ന് കേൾക്കുമ്പോൾ നമുക്കിതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞിരുന്നില്ല. അഥവാ ബാബ പറഞ്ഞിരിക്കുന്ന 1 സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടുക എന്ന് പറയുന്നതിൻ്റെ മഹത്വം നമുക്ക് വ്യക്തമായിരുന്നില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് എത്രമാത്രം ബാബ പറയുന്ന പോയിന്റ് നമ്മൾ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വ്യക്തമാക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്തേ മതി, 1 സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ളത്. देखिए बाबा हमारे ऊपर कितना प्यार करते हैं, तो हर एक बच्चे के, हम बच्चों के ऊपर बाबा का इतना प्यार है, इतना कंसर्न है। बाबा हमारे तरफ से हमको कुछ 1 सेकंड का भी दुख का फीलिंग, कुछ है ना दूसरी प्रकार की फीलिंग्स कुछ देखना नहीं चाहता है बाबा। हमेशा हम बच्चे उड़ते रहना, खुशी में रहना, नाचते रहना, एकदम हल्के फुल्के, है ना, ऐसी स्थिति हमसे बाबा चाहता है। सो इसलिए ये सब होमवर्क बाबा ने हमको देता है. അപ്പോൾ ബാബ നമുക്കിങ്ങനെ ഒരു ഹോംവർക്ക് നൽകുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് വേണമെങ്കിൽ ഫുൾ സ്റ്റോപ്പ് അല്ല എന്തും ഇടാൻ പറ്റും. പക്ഷേ ഈ കുഴപ്പങ്ങളും പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാൻ എന്ത് ചെയ്യാൻ അഭ്യസിക്കേണ്ടത്? ഫുൾ സ്റ്റോപ്പ് ഇടാൻ. കാരണം എൻ്റെ അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്താണ്? മക്കൾ ഈ കുഴപ്പത്തിൽ കുഴഞ്ഞ് മറിഞ്ഞ് ദുഃഖിതരായി, ആകപ്പാട് അസ്വസ്ഥരായി, അശാന്തരായി കാണാൻ ഒരിക്കലും ബാബ ആഗ്രഹിക്കുന്നില്ല. ബാബ കുട്ടികളെ കാണാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയാ? ഒരു ഫ്രീ ആയിട്ടുള്ള, പറന്നുകൊണ്ടിരിക്കുന്ന, അഥവാ അത്രയും ഭാരരഹിതമായി സന്തുഷ്ടരായി സന്തോഷത്തിൽ കാണാനാണ് ബാബ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ബാബ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് ഒരു ഇങ്ങനെ ഹോംവർക്ക് തന്നിട്ടാണ് ബാബ നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. देखिए बहुत हम अपने कोलिग से सुनते हैं, क्योंकि हम लौकिक में भी है अलौकिक में भी है, लौकिक ड्यूटी करते हैं, तो दोनों का बैलेंस कर रहे हैं, तो वहाँ का भी हमको सुनने में आता है, एक्सपीरियंस सुनते हैं उन लोगों का। बहुत लोगों का कोरोना के टाइम में टाइम कैसे पास करना है, घर में है ना 2-3 ही हैं, तो बाहर नहीं जाने का है, इतना समय को बिताना ही उनको एक बहुत बड़ा समस्या हो गया। आपस में कितना बात करेंगे, हस्बैंड वाइफ या बच्चे। लेकिन हमको देखिए बाबा के साथ हम बहुत साल से ये अभ्यास करते हैं, तो हमको कुछ एक दिन भी, मैं अपना अनुभव सुना रहा हूँ, एक दिन भी ऐसा हमको कैसे क्या समय इतना कैसे निभाना है ये एक संकल्प भी नहीं है। क्योंकि हम अपने बाबा ने जैसे आज बताया, बाबा के साथ कितना प्यार है, उतना प्यार पढ़ाई के ऊपर भी होना चाहिए। सो पढ़ाई ज़्यादा किया, योग ज़्यादा किया, मंथन किया, है ना, कुछ ऑनलाइन सेवा भी किया, तो इसलिए हमको समय कैसे बिताना है तो वो प्रश्न ही हमारा सामने नहीं था। और संबंध में हम पहले से सबके साथ
देखिए बाबा ने पहले से हमको रेडी बना के रखा है, पहले से हमारा संबंध सबके साथ अच्छा है। तो इसलिए बाबा ये सब होमवर्क पहले से हमको देके हमको रेडी रखता है, रेडी रखता है। सो इसलिए हमको ये सब चीज़ों के ऊपर ज़्यादा ध्यान रखना है। तो और वर्तमान और आने वाले समय दोनों के लिए इससे फायदा मिलता है। ഇപ്പോൾ ബാബയുടെ മുരളികൾ കേൾക്കുമ്പോൾ കേവലം നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷൻ എങ്ങനെ നേരിടണമെന്ന് മാത്രമല്ല, ബാബ പ്രസൻറ്റ് മാത്രമല്ല വരാൻ പോകുന്ന സാഹചര്യങ്ങളിലും ഞാൻ എൻ്റെ സ്ഥിതി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ഒരു കൊറോണ വന്ന സമയത്ത് എല്ലാം പെട്ടെന്നായിരുന്നു. ബാബ പറയുന്ന എപ്പോഴും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് ശരിക്കും നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കി. അപ്പോൾ സഹോദരൻ പറയാണ്, ഞാൻ ഇന്നും വർക്ക് ചെയ്യുകയാണ്, രണ്ടും ബാലൻസ് ചെയ്ത് ലൗകിക് അലൗകിക് സേവനം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സഹോദരനായതുകൊണ്ട് തന്നെ ലൗകികത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഇവരുടെ കൊലീഗ്സ് ഇവരോട് ഷെയർ ചെയ്യുമായിരുന്നു, അഥവാ ഇവരുടെ സംബന്ധത്തിൽ വരുന്നവർ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ആകപ്പാട് അവർ ടെൻസ്ഡായി. അതായത് ഒരു ദിവസം 2 ദിവസം ലീവിലുണ്ടാകുമ്പോൾ പരസ്പരം എല്ലാവർക്കും ഒപ്പം ഇരിക്കുമ്പോൾ അതൊരു സുഖം തന്നെയാണ്. പക്ഷെ ഇത് നീണ്ട് പോകുമ്പോൾ 24 മണിക്കൂർ എങ്ങനെ ചെലവാക്കും ഒരു നിശ്ചയം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സഹോദരൻ പറയാണ്, ബാബ അതൊക്കെ നമ്മൾ മുന്നേ തയ്യാറാക്കിച്ചു. അതുകൊണ്ട് ബ്രദർ പറയണേ, എനിക്കും ഒരു ടെൻഷനോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ സമയം എങ്ങനെയാണ് പോക്കുക എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബാബ ഇന്നത്തെ മുരളിയിൽ പറഞ്ഞതുപോലെ ബാബയോട് സ്നേഹമുള്ളതുപോലെ തന്നെ പഠിപ്പിനോട് നമുക്ക് എന്ത് വേണം, സ്നേഹം. അതുകൊണ്ട് സഹോദരൻ പറയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കാനും മനനം ചെയ്യാനും ഏറ്റവും കൂടുതൽ ബാബയെ ഓർമ്മിക്കുന്ന കാര്യത്തിൽ സമയത്തെ കണ്ടെത്തി. അതുപോലെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാനും അതായത് സേവനം ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അതായത് ബാബ മുൻകൂട്ടി എല്ലാം കാണുന്നത് കൊണ്ട് തന്നെ ബാബ തൻ്റെ കുട്ടികളെ അതുപോലെ മുൻകൂട്ടി തയ്യാറാക്കി വെക്കാനാണ് ശ്രമിക്കുന്നത്. देखिए पहले से बाबा ने हमारा टाइम टेबल को कितना अच्छा बना के रखा है, अमृत वेले से रात तक ये परफेक्ट टाइम टेबल है। सो कोरोना हो कुछ भी हो, लेकिन हमारा टाइम टेबल वही टाइम टेबल है। तो इसलिए हमको समय टाइम कैसे स्पेंड करना वो कुछ तकलीफ ही नहीं लगा। अमृत वेले किया। मैं अपना अनुभव सुनाता हूँ। कोरोना के टाइम में क्लास में कोई नहीं आते थे, हम 4-5 भाई लोग बहनें लोग बैठते थे क्लास में। लेकिन हमारा ये है 6:30 के बाद, मैं अकेला रूम में रहता हूँ यादवगिरी सेंटर में, 6:30 के बाद मुझे रूम में बैठने का नहीं होता है, क्योंकि वो संस्कार बना है। नीचे आता हूँ, क्लास हॉल में बैठता हूँ, 2 हो या 3 हो 5 हो, मुरली हमको क्लास में बैठ के सुनना है। ये क्या है, संस्कार अगर एक बार बन गया तो वो अपने आप काम करता है, अच्छा हो बुरा हो। इसलिए बाबा ने हमको बहुत साल से ये होमवर्क दिला के हमको ये प्रैक्टिस कराया, संस्कार बनाया। तो ये हमको चला रहा है, दैवी संस्कार हमको चलाता है। एक बार हम अपना संस्कार बनाए ना तो ऑटोमेटिकली हमारा दैवी संस्कार चलाता है। तो इसलिए मैंने भट्टी में ये भी बताया, आप भले घर में रहते हो, सेंटर में आ नहीं सकते, फिर भी मुरली के टाइम में मुरली पढ़ो, योग के टाइम में योग करो, तब भी, क्योंकि आपका टाइम टेबल डिस्टर्ब नहीं होना चाहिए कभी भी, क्योंकि ये परफेक्ट टाइम टेबल है। അതായത് ബാബ നമ്മൾ ബ്രാഹ്മണ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ദിനചര്യ, ഒരു മുഴുവൻ ദിവസത്തിൻ്റെ രാവിലെ അമൃത് വേള മുതൽ രാത്രി വരെയുള്ള ദിനചര്യകൾ എന്താണോ, സഹോദരൻ പറയാണ് ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ദിനചര്യയാണ്. അതുകൊണ്ട് തന്നെ കൊറോണയുടെ ടൈമിൽ സഹോദരൻ പറയാൻ സെൻറ്ററിൽ ആരും വരാറില്ല. അപ്പോൾ ഇത് ഉള്ളത് ടൗണിൻ്റെ ഹാർട്ട് ഭാഗത്താണ്, നടുവ് റോട്ടിലാണ് നമ്മുടെ സെൻറ്റർ ഉള്ളത്. ആരും ഉണ്ടാവാറില്ല. ആകെ 5-6 പേര് സറണ്ടർ സിസ്റ്റേഴ്സും ബ്രദേഴ്സും അവിടെ ഉണ്ട്. അപ്പോൾ പറയായിരുന്നു 6 മണി അമൃത് വേള യോഗ കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആയിട്ട് മുറിയിൽ ഇരിക്കാനേ തോന്നാറില്ല. കറക്റ്റ് 6:30 ആകുമ്പോഴേക്ക് ഞാൻ താഴെ ഇറങ്ങും. അല്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ, സ്റ്റുഡൻസ് വരാനില്ല, അങ്ങനെയാണെങ്കിൽ മിണ്ടാണ്ട് അവിടെ ഇരിക്കാമല്ലോ.
പക്ഷെ അത് പറ്റാറില്ല. കറക്റ്റ് 6:30 ക്ലാസ്സുകൾ വന്നിരിക്കും. 1 2 പേര്, എത്ര പേര്, 4-5 പേര് പരസ്പരം മുരളി വായിച്ചതിന് ശേഷമേ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഒരിക്കലും മൈൻഡ് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. എങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാം, എങ്ങനെ ചിലവാക്കാം. കാരണം ഇവർ ജോലിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. രാവിലെ കൃത്യം 9 മണിക്ക് പോയാൽ വൈകുന്നേരം 3:30-4:30 മണിയാകുമ്പോൾ തിരിച്ചെത്തും. എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും സമയം എന്ത് ചെയ്യും? അപ്പോൾ ബാബ നമുക്ക് മുൻകൂട്ടി അത്തരത്തിലുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്തു. അത് നമ്മൾ ആവർത്തിച്ച് ചെയ്തതുകൊണ്ട് അത് നമ്മുടെ ഒരു ദിവ്യ സംസ്കാരമായിട്ട് മാറി. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇന്ന സമയം ചിലവാക്കാം എന്നുള്ളതില്ല, ബാബ മുൻകൂട്ടി ചെയ്തു. അപ്പോൾ ബട്ടി ഞാൻ പറഞ്ഞല്ലോ, കൊറോണയുടെ സമയം അന്ന് മുതൽ ബെഞ്ച് ഇന്ന് വരെ ഒരു ദിവസം ഒരു ബട്ടി ഇല്ലാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബട്ടി ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അമ്മമാരോട് സഹോദരൻ പറയുമായിരുന്നു, നിങ്ങൾ വീട്ടിലാണെങ്കിൽ പോലും ഏതുപോലെ സെൻറ്ററിൻ്റെ ദിനചര്യ നിങ്ങൾ പാലിക്കുകയായിരുന്നു. സെൻറ്റർ തുറന്ന് ഇട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതുപോലെ നിങ്ങൾ രാവിലെ ആണെങ്കിലും മുരളിയുടെ ടൈമിലാണെങ്കിൽ മുരളി വായിക്കുക അഥവാ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് സന്ധ്യായോഗത്തിൻ്റെ സമയത്താണെങ്കിൽ സന്ധ്യായോഗം ചെയ്യുക, ട്രാഫിക് കൺട്രോൾ, ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. കാരണം അത് നമ്മുടെ സംസ്കാരമാണ്. अच्छा, फुल स्टॉप लगाने के लिए क्या क्या चीज चाहिए? जैसे भाई लोग भी सुनाया, आज भी सुनाया, दादी का दादी जानकी जी का जो स्लोगन है, मैं कौन, मेरा कौन, मुझे क्या करना है, बहुत आप लोग सुना है ना. ये तीसरा जो पॉइंट है बहुत इंपॉर्टेंट है, मुझे क्या करना है. सो फुल स्टॉप लगाने के लिए मेरा जो एक रोल है ना, मुझे बाबा ने इसलिए चुना है, मेरे तरफ से कुछ चाहता है बाबा. अगर हम उसको अच्छी तरह से पहचान ले तब हम दूसरों को देख करके हम विचलित नहीं होंगे. हम अपना जो रोल मिला है इस ड्रामा के अंदर हमको, वो परफेक्ट हम बजाते रहेंगे. तब क्या होगा, हमारा मन इधर उधर भागेगा नहीं है, दूसरों को देख करके क्वेश्चन नहीं आएगा, है ना. तो ये क्यों क्या वो क्वेश्चन नहीं आएगा. फुल स्टॉप हम लगा सकते हैं. അതായത് സഹോദരൻ പറയാണ്, ഇങ്ങനൊരു ദിനചര്യയിൽ ഉണ്ടാകുമ്പോൾ ബാബ എന്തുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് എന്നുള്ള പോയിന്റ് നമ്മളോട് ആവശ്യപ്പെട്ടു, എന്തുകൊണ്ട് ആ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ ഫുൾ സ്റ്റോപ്പ് ഇടണം ആവശ്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രാക്ടീസ് പ്രാക്ടിക്കൽ ആക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദാദിയുടെ പോയിന്റ് ഓർമ്മ വരികയാണ്. ജാനകി ദാദി എപ്പോഴും പറയാറുള്ളത് എന്താ, ഏത് പ്രോഗ്രാമിൽ കൊണ്ടുവരുത്തിയാലും ദാദി പറയുന്നത്, ഏത് സഭയിലാണെങ്കിലും ദാദി നിർഭയത്തോടു കൂടി പറയുന്നു, ഞാൻ ആരാണ്, എൻ്റേതാരാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പം 3ാമത്തെ പോയിന്റ് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. मुझे क्या करना है, ये रोज है ना, ये रोज अंदर दोबारा है, मुझे क्या करना है. इम्पोर्टेंट, बहुत इम्पोर्टेंट. मुझे तो इससे बहुत फायदा मिला है. तब क्या है, कंपैरिजन कंपटीशन एकदम खत्म. कोई स्कोप ही नहीं है, कंपैरिजन कंपटीशन के लिए कोई स्कोप नहीं है. बाबा ने जो लक्ष्य दिया है वो लक्ष्य हमारा सामने हमेशा रहता है. तब हमारा लक्ष्य तरफ हम आगे बढ़ते रहते हैं. इधर उधर देखने का, इनकी बात उनकी बात कुछ नहीं है. तब क्या होगा, जो वेस्ट बाबा चाहता है हमारा तरफ से व्यर्थ खत्म होना चाहिए, तो व्यर्थ खत्म होगा. അപ്പോൾ സഹോദരൻ പറയാണ്, ആവർത്തിച്ച് എപ്പോഴും ആ സ്മൃതി എന്നിൽ ഉണർത്തണം. ഏത് സ്മൃതി? എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. കാരണം ബാബ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാബ എന്നിൽ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, അതോ ബാബ എന്തോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എപ്പോഴാണ് ആ പോയിന്റ് എൻ്റെ സ്മൃതിയിൽ വരുന്നത്, എന്നെ കൊണ്ട് ബാബ എന്തോ ആഗ്രഹിക്കുന്നു, അപ്പം അവിടെ ഒരു ലക്ഷ്യം എൻ്റെ മുന്നിൽ തുറന്നു കിട്ടുകയാണ്. അപ്പം ആ ലക്ഷ്യത്തിലേക്ക് എൻ്റെ മനസ്സ്
പോകുമ്പോൾ ബാക്കി നമുക്ക് അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിൽ വരില്ല. രണ്ടാമത്തത് കോമ്പറ്റീഷനും ഇല്ല, കംപ്ലൈൻറ്റും ഇല്ല, കൺഫ്യൂഷനിലും ഒന്നും എൻ്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല. പിന്നെ കാരണം നമ്മുടെ പുരുഷാർത്ഥി ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിന്നു പോകാനുള്ള കാരണം എന്താണ്? അവരെ നോക്കും, ഇവരെ നോക്കും, അവരിങ്ങനെ ഇവരങ്ങനെ എന്ന് പറയുമ്പോൾ ലക്ഷ്യം എവിടെയോ ആയിരിക്കും, നമ്മുടെ ചിന്തകൾ എവിടെയായിരിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണ്ടത് എന്താണ് ചിന്ത? ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ഡ്രാമയിൽ എൻ്റെ റോൾ എന്താണ് ബാബ എനിക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തിനും ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമ്മളെ കൊണ്ട് പെട്ടെന്ന് സാധിക്കും. इंग्लिश में एक कहावत है, अगर इफ यू आर ए कॉबलर, बी द बेस्ट कॉबलर. എന്താ? है ना? काबलर माना जो चप्पल है ना, चप्पल को सिलाते हैं, चप्पल होली और ಗೊತ್ತಾಯ್ತು. परफेक्ट चप्पल होली और आगबेको, है ना? सो आप चप्पल सिलाने वाले हैं तो बेस्ट चप्पल सिलाने वाले बनो. ये हमको भी लागू होता है कि हमारे अंदर कुछ स्पेशलिटीज है, वो स्पेशलिटीज को यूज करके मैं एकदम परफेक्ट बनूं उस, है ना, उस एरिया में. तब क्या होगा? हम दूसरों को नहीं देखेंगे, उनको कॉपी करने का प्रयास नहीं करेंगे, हम डिस्टर्ब नहीं होंगे, हमारा शक्ति व्यर्थ नहीं जाएगा, हमारा समय व्यर्थ नहीं जाएगा, हमारा स्पेशलिटी से हमको भी खुशी मिलेगी तो दूसरों को भी खुशी मिलेगा, है ना? सो ये फुल स्टॉप लगाने के लिए ये बहुत जरूरी है, बहुत जरूरी है. അതായത് സഹോദരൻ പറയാണ്, ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട് അത്ര. അതായത് ഒരു ചെരുപ്പ് കുത്തിയാണ് നീയെങ്കിൽ ഒരു പെർഫെക്റ്റ് ചെരുപ്പ് കുത്തിയായിട്ട് മാറണം. അതായത് എൻ്റെ വിശേഷത എന്താണോ അത് വിശേഷത എന്നിലുണ്ടെങ്കിൽ ആ പെർഫെക്റ്റ്നെസ്സിലേക്കാണ് ഞാൻ പോകേണ്ടത്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് ഞാൻ ആരായി മാറും? പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ഫേമസ് ആയിരിക്കുന്ന ഒരു ചെരുപ്പ് കുത്തിയെങ്കിലും ആയിത്തീരും. അപ്പോൾ ഒരിക്കലും എനിക്ക് മറ്റൊരാളെ കണ്ട് കോപ്പി അടിക്കണമെന്നോ അഥവാ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നടക്കണമെന്നോ അങ്ങനത്തെ ചിന്തകളൊന്നും എൻ്റെ ഉള്ളിൽ വരികയില്ല. क्या होगा तब? जो भी काम हम करते हैं तो प्यार से करते हैं, पूरी दिल से करते हैं. तब क्या होगा? हमको भी वो संतुष्टता मिलता है, दूसरों को भी हम संतुष्ट करा सकते हैं, हमारे तरफ से कोई वेस्ट नहीं जाएगा, समय बचेगा. तो इसलिए मैं हमेशा बताता हूँ, सेवा सेंटर में हो भले ऑफिस में हो, जो भी आप काम करो दिल से करो, प्यार से करो. कोई काम छोटा नहीं है, कोई काम बड़ा नहीं है, ये समझना है हमको. हम भाषण करने वाले बड़े हैं तो कुछ खाना बनाने वाले छोटे हैं, ऐसे नहीं है. हर सेवा का सेम इक्वल इंपॉर्टेंस है. लेकिन क्या है? इंपॉर्टेंस तब है जब इतना प्यार से दिल से हम उतनी इन्वॉल्वमेंट से करते हैं, तब उसका वैल्यू है ना? അതായത് ബാബ നമ്മൾ ഓരോ കുട്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? എല്ലാ വ്യർത്ഥതയിൽ നിന്നും വേസ്റ്റേജിൽ നിന്നും നമ്മൾ മുക്താകണം. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ബായിജി പറയാണ്, ഒന്ന് നമ്മളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പൂർണ്ണ രീതിയിൽ നമ്മളതിനെ പ്രായോഗികമാക്കണം. പക്ഷെ എന്താണോ ഞാൻ ചെയ്യുന്നത് അതിനെ വളരെ ഹൃദയസ്പർശിയായി ചെയ്യണം, വളരെ സ്നേഹത്തോടെ ചെയ്യണം, അതിനെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ ചെയ്യണം. അതിലിപ്പോൾ എന്താ പറയുക, കുറച്ച് പ്രഭാഷണം അവരാണെന്ന് വിചാരിച്ച് അവരുടെ സ്റ്റേജ് ഹൈ ലെവലിലും അതുപോലെ തന്നെ എന്താണ് വല്ല ഭക്ഷണം ഉണ്ടാക്കുക അതോ അടിച്ചു വാരുന്നവർ അവരുടെ സ്റ്റേജ് താഴ്ന്നതൊന്നും അത്തരത്തിലല്ല. ഞാൻ ചെയ്യുന്ന കർമ്മം അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ചെയ്യുമ്പോഴെങ്ങനെ ചെയ്യണം? വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അത്രയും ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു മൂല്യം ഉണ്ടാകും. അപ്പോഴാണ് ഒരു വ്യക്തിക്ക് അതിൻ്റെ മൂല്യം ഉണ്ടാവുക, ആ വ്യക്തി മൂല്യവാനായിട്ട് മാറുക. അപ്പോൾ നമുക്ക് ഒരിക്കലും മറ്റൊരു കാര്യത്തിലേക്ക് അവരെ നോക്കി ഇവരെ നോക്കി മറ്റൊരു ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സോ ഒന്നിൻ്റെയും വേസ്റ്റ് ആവുകയില്ല, തോട്ട്സ് വേസ്റ്റ് ആവില്ല, ഒന്നിൻ്റെയും വേസ്റ്റ്. अच्छा, दूसरी बात यह है, जो हो रहा है अच्छा हो रहा है, जो होने वाला है और भी अच्छा, जो हो गया अच्छा, जो हो रहा है ना बहुत अच्छा, जो होगा वो और भी अच्छा होगा.
बाबा ने ये स्लोगन्स के रूप में हमको दिया है, लेकिन किसी किसी को कोरोना अच्छा नहीं लगा, थोड़ा हाथ उठाइए। മൂന്നാമത്തെ പോയിന്റ് ബായി പറയണ ഫുൾ സ്റ്റോപ്പ് कोरोना अच्छा नहीं लगा है, आप हाथ उठाइए। അതായത് നടന്നു പോയതും നല്ലതിന്, വരാനിരിക്കുന്നതും നല്ലതിന്, നടക്കുന്നതും നല്ലതിന് ബാബ ശ്ലോകം പറഞ്ഞതാണ്. അപ്പൊ ബായിജി ചോദിക്കുകയാണ്, ഈ കൊറോണ വന്നത് ഏറ്റവും നല്ലതായെന്ന് വിചാരിക്കുന്നവരൊന്ന് കൈ ഉയർത്തിയ. अच्छा नहीं लगा, അച്ഛാ नहीं लगा. ആ കൊറോണ വന്നത് ഇഷ്ടപ്പെടാത്തവരൊന്ന് കൈ ഉയർത്തിയ. देखिए कितना फायदा हुआ हमको, इससे कितना फायदा हुआ। लेकिन मैं बोल रहा हूँ, सच बोल रहा हूँ, ब्राह्मणों के लिए ये एक वरदान था, ब्राह्मणों के लिए एक वरदान था। मैं वो एक्चुअली घाट माना रमेश भाई रहता था ना, वो बहन जी, हाँ, गाम देवी का है ना वो, हाँ हाँ, वो ऑनलाइन क्लास दे रही थी। तो वो लोग पहले 15 दिन का लॉकडाउन घोषित किया गया ना, तो पहले 14 इयर्स का तपस्या किया दादियों ने, हमको 14 डेज का तपस्या करने के लिए मौका मिला है, इसका पूरा लाभ लो। बाद में बार बार वो एक्सटेंशन होता रहा, लेकिन हमको अच्छा लगा क्योंकि हम सभी इतना भाग दौड़ में थे, थोड़ा तपस्या के ऊपर हमारा ध्यान कम था, पढ़ाई के ऊपर थोड़ा ध्यान कम था, है ना, तो हम ज़्यादा भाग दौड़ में थे, सेवा 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 इसके ऊपर। लेकिन थोड़ा जैसे स्पीड ब्रेकर, हम 120 किलोमीटर स्पीड में जा रहे थे, थोड़ा स्पीड ब्रेकर आया तो हमको थोड़ा अंदर देखने का मौका मिला, हम क्या सही कर रहे हैं, जो बाबा चाहता है हमसे वो ही हम कर रहे हैं, क्या दूसरे कर रहे हैं, कंपटीशन, वो सब जोन में ये हो रहा है, वो जोन में ये हो रहा है, हमको ऐसा करना है, इतना बड़ा प्रोग्राम, इतना लोगों को इकट्ठा करना, ये सब भागदौड़ में हम सभी थे। तो इसलिए थोड़ा बाबा ने चाहता था ब्राह्मणों को थोड़ा एकदम स्लो होकर के देखो, अंदर थोड़ा अंदर जाओ, थोड़ा अंदर जाओ, अंतर्मुखी हो जाओ, क्या मेरे में क्या क्या हो रहा है, अंदर मन में क्या क्या हो रहा है, थोड़ा देख लो, थोड़ा स्लो डाउन हो जाओ, है ना, थोड़ा तपस्या के ऊपर ध्यान दो। तो यही पाठ हमको पढ़ाया, थोड़ा बैठ करके। मैं बोल रहा हूं, बहुत ब्राह्मणों में बैठ करके तपस्या करने का आदत ही खत्म हो गया था। जो मैं देखा वो मैं आपके साथ शेयर कर रहा हूं, है ना। लेकिन और ये भी मैंने देख रहा हूं भाई जी, कोरोना के समय में बहुत सारे भाई बहनें थोड़ा अलर्ट होकर के थोड़ा अपने ऊपर ध्यान ज्यादा दिया और पुरुषार्थ को थोड़ा आगे बढ़ाने का डिसीजन लिया और अपने टाइम टेबल को रीसेट किया और थोड़ा उनका स्थिति बनाया कोरोना के टाइम में। और मैं ये भी देखा जो पहले से अलबेले थे, मैं ये कहते हुए मुझे ये ना, वो और भी अलबेले हो गए दूसरे तरफ का, जिनके है ना, जिन लोगों को पढ़ाई के ऊपर योग के ऊपर ध्यान नहीं था, और भी अलबेले हो गए। ये दोनों हम देखा, लेकिन हमको क्या करना चाहिए, ये एक मौका था हमको स्वयं को देखने के लिए, अच्छी तरह से देखने के लिए, अपने को थोड़ा रीप्रोग्रामिंग करने के लिए एक मौका बाबा ने दिया, समय नहीं दिया, है ना। ये जो ड्रामा है, ड्रामा नहीं दिया। इसलिए हमको कोरोना बहुत अच्छा लगा, हमको बहुत अच्छा लगा। हमारे अंदर जो ईगो, मैं बोलता हूं, हमारे अंदर जो ईगो था, थोड़ा ईगो को कम करने का एक मौका मिला। कोरोना को हो भी गया होगा और चला भी गया होगा। अच्छा, करेक्ट, आपने सही बताया, क्योंकि हमने सिर्फ 3 हफ्ता घर में बैठे थे, सिर्फ 3 हफ्ता। फ्रॉम April 18 onwards हम started working from the office itself. Only 3 weeks we worked from the home. 18th April से हमको ऑफिस में बुला दिया। I think we are the first company in Mysore started working after Corona. Yes. तो इसलिए क्या है ना, भाई साहब भी बता रहे थे सुबह, अगर हमारा बाबा ने हमको इतना अच्छा ये दिया है ना, वरदान वर्षा बाबा ने, अगर मन तंदुरुस्त है तो शरीर के ऊपर
असर नहीं पड़ेगा। हमारा जैसे गिरीश भाई ने बताया, हमको भी ऐसे अनुभव हुआ, आ भी गया होगा, आ भी आया गया होगा और चला भी गया होगा। हाँ, सो इतना रेजिस्टेंस पावर बाबा का है ना, बाबा का ये शिक्षा का बहुत प्रैक्टिकल है। हमने क्या है ना, सिर्फ थोड़ा थियोरेटिकल रूप में लेते हैं, लेकिन एक एक महावाक्य बहुत प्रैक्टिकल, इससे प्रैक्टिकल फायदा मिलता है। तो ये सब हमको अभी थोड़ा अलर्ट हो करके, और कितना आप में अंदर एनर्जी है। सो एनर्जी कभी भी डाउन नहीं होना है। अगर एनर्जी डाउन हो गया, समझो प्रॉब्लम वहां से शुरू होता है। एनर्जी कभी भी डाउन होना नहीं चाहिए। एनर्जी माना क्या है? खुशी, नशा, आपका ब्राह्मण जीवन का एकदम हल्का फुल्का, उसी नशे में हमेशा रहना है, कुछ भी बात हो। इसलिए हमने बताया कमेंट्स, ये सब लास्ट डे तक आता रहेगा। कमेंट्स, ये दूसरों की बातें, जैसे बाबा ने बताया, अगर बातों के पीछे जाओगे तो बाप भूल जाएगा। इनका बात, उनका बात, इन्होंने ये कमेंट पास किया, यही माया है। माया हमने क्या समझा? माया को अलग अलग तरीके से, लेकिन यही माया है जो बाप से, हमारा स्थिति से, हमको हमारा स्थिति से डाउन लाता है, वही माया है। यही बातें, वही बातें, यही माया है। सो इसलिए इसमें फंसना नहीं है। जैसे हमारे भाई लोग बताते हैं, इस समय कौन बुद्धिवान है? बुद्धिवान ये वो है जो हमेशा खुशी नशे में रहना जानता है, वही बुद्धिवान है, वही बुद्धिवान है। ये ट्रिक्स बाबा ने हमको सिखाया, यही शिक्षा है। देखिए सारे दुनिया कितना, अभी तो लास्ट 3-4 महीने में दुनिया में कितने सारे समस्याएं हैं, और भी बढ़ने वाला है, ये और भी बढ़ने वाला है। लेकिन हमारे को ये डिसीजन है, हमारा डिसीजन है, हमको खुशी में रहना है, ये मेरा डिसीजन है, बाबा ने दिया है ये। सो ये हमारे लिए हम डिसीजन लिया है। सो इसलिए हम सभी ब्राह्मणों को, मैं कैसे रहना चाहता हूं, ये डिसीजन मुझे लेना है। ये डिसीजन दूसरों के हाथ में नहीं है, मेरा हाथ में है। मेरा स्वभाव, संस्कार, मेरा व्यवहार, मेरा संबंध कैसे होना चाहिए, बाबा के महावाक्यों के अनुसार मैं डिसीजन लिया हूं। कोई कॉम्प्रोमाइज, कभी भी कॉम्प्रोमाइज नहीं कीजिए। ये चीजों में कोई भी कॉम्प्रोमाइज नहीं है। तो तब क्या होगा? हम अपना स्थिति बना के रख सकते हैं, फुल स्टॉप लगा सकते हैं। नहीं तो जैसे बाबा ने बताया लास्ट, वही मुरली में बाबा ने बताया, अगर लास्ट वो सेकंड में अपना स्थिति अच्छा नहीं रहा तो गति, जैसा स्थिति वैसा गति। वो समय के लिए हमको अभी से फुल स्टॉप, कुछ भी देखते हुए भी फुल स्टॉप लगाना हमको प्रैक्टिस करना है। सो इसलिए जो हुआ अच्छा हुआ, जो हो रहा है अच्छा है ना, जो होगा वो और भी अच्छा। सो इसलिए प्रश्न नहीं है, किसी का स्वभाव संस्कार को देख करके प्रश्न नहीं है, किसी का व्यवहार को देख करके प्रश्न नहीं है, क्योंकि साक्षी दृष्टि। अभी बाबा ने एक एक पॉइंट बाबा ने जो दिया है वो हमको अभी वर्तमान समय में एक प्रैक्टिस करने का है। साक्षी दृष्टि, हर एक को साक्षी दृष्टि से देखो और हर एक का पार्ट को एक्सेप्ट करो। तब क्या होगा? उनके ऊपर हम रेस्पेक्ट दे सकते हैं। अगर आपका पार्ट में माना आपका रोल को मैं एक्सेप्ट किया तो तभी आपको रेस्पेक्ट मैं दे सकता हूं। इसलिए सभी को रेस्पेक्ट देना है, हर एक का पार्ट अच्छा है, वो अपना पार्ट बजा रहे हैं, तो वो पार्ट का असर मेरे ऊपर नहीं पड़ना चाहिए।
दूसरों का पार्ट का असर मेरा ऊपर नहीं पड़ना चाहिए, अगर पड़ा तो मेरा स्थिति डाउन होता है. അതായത് ഈ കൊറോണ കാലം എന്ന് പറയുന്നത് വളരെയധികം വളരെയധികം വരദാനമായിരുന്നു ബ്രാഹ്മണർക്ക്. കാരണം ബ്രാഹ്മണ ജീവിതത്തിൽ നമ്മുടെ ബായി പറയായിരുന്നു, ഗാംദേവി സെൻറ്ററിലുള്ള നേഹാബയൻ ഓൺലൈൻ ക്ലാസ് ബട്ടിയിലെടുത്തപ്പോൾ അവർ പറയായിരുന്നു, ദാദി ദീദിമാരൊക്കെ 14 വർഷത്തെ തപസ്സാണ് ചെയ്തത്. ഇന്ന് ലീന ദീദി പറഞ്ഞല്ലോ, പുറലോകമൊന്നും കാണിക്കാതെ അവരെ ബട്ടി ചെയ്യിപ്പിക്കും. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ ലോക്ക്ഡൗൺ 14 ദിവസത്തിൻ്റെ അല്ലേ പറഞ്ഞത്. അപ്പോൾ 14 ദിവസം നമ്മൾ അതുപോലെ ഒരു തപസ് ചെയ്യാന്നുള്ളത് അന്ന് അവർ സങ്കല്പം വെച്ച് അങ്ങനെ ചെയ്തു. പിന്നെ അത് നീണ്ടു പോയി. അപ്പോൾ എന്നിരുന്നാലും ആ ഒരു അവസരം നമുക്ക് വളരെയധികം മുതൽക്കൂട്ടായിരുന്നു. കാരണം ബ്രാഹ്മണർ സേവ എന്ന് പറഞ്ഞിട്ടുള്ള നെട്ടോട്ടത്തിലായിരുന്നു. പിന്നീട് അവിടെ നമുക്ക് സ്വപുരുഷാർത്ഥം സ്വയം ചെക്കിങ് ചെയ്യാനോ നമ്മളിൽ മാറ്റങ്ങൾ വരുത്താനോ സംസ്കാരത്തിൻ്റെ രൂപീകരണം ഉണ്ടാക്കാനോ അഥവാ നമ്മളുടെ ടൈം ടേബിൾ റീസെറ്റ് ചെയ്യാനോ റീപ്രോഗ്രാം ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് വീണ്ടും നമുക്ക് നമ്മളിലേക്ക് തിരിയാനുള്ള ഒരു സമയം ഉണ്ടായത്. കൂടുതൽ പുരുഷാർത്ഥം ചെയ്യാനും കൂടുതൽ യോഗ ചെയ്യാനും കൂടുതൽ സെൽഫ് ചെക്കിങ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. അപ്പോൾ ബായിജി പറയാണ്, സംഭവിക്കുന്നതെല്ലാം നല്ലത്, ഇത് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരു പോയിൻ്റാണ്. പക്ഷേ ഏതൊരു കാര്യത്തിലും നമുക്കത് ഫീലാകണം നല്ലതാണ് എന്നുള്ളത്. കാരണം ബാബ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നീ എപ്പോഴും സന്തുഷ്ടവാനായിരിക്കും. അത് എൻ്റെ ഡിസിഷനാണ്. ഞാൻ എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടുള്ളവരുടെ പ്രഭാവം ഒന്നും എന്നെ ഏൽക്കരുത്. അപ്പോൾ ബായിജി പറയാണ്, ചിലപ്പോൾ മൈസൂരിൽ ഫസ്റ്റ് കമ്പനി ആയിരിക്കും ഇവരുടെ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് വീണ്ടും തിരിച്ച് പണിയിലേക്ക് കയറേണ്ടി വന്നു. ഏപ്രിൽ 18 തന്നെ ഇവരൊക്കെ ഓഫീസിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ചിലപ്പോൾ കൊറോണ വന്നിട്ടുണ്ട്. കാരണം യാദവഗിരിയിൽ കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് അതൊന്നും ബാധകമായിരുന്നില്ല. കാരണം എന്താ, ബാബ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ശക്തി അവരുടെ പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് അവർ അപ്ലൈ ചെയ്തതുകൊണ്ട്. അപ്പോൾ ബായിജി പറയാണ്, നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു പോയിൻ്റാണ്, ഇങ്ങനെ ഒരു കുത്തിട്ടാൽ മതിയല്ലോ. പക്ഷെ ആ കുത്തിലേക്ക് വരണമെങ്കിൽ സാക്ഷി ദൃഷ്ടി വേണം. രണ്ടാമത്തത് മറ്റുള്ളവരുടെ റോളിന് സാക്ഷി ദൃഷ്ടി ഉണ്ടാകണമെങ്കിൽ എല്ലാം കണ്ടുകൊണ്ട് കണ്ടാലും കാണാതെ കേൾക്കാതെ കേട്ടാലും കേൾക്കാതെ ആരൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും ഈ എല്ലാ സ്റ്റേജിലും ഞാൻ സാക്ഷിയായിട്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതാണ് ബായിജി പറഞ്ഞ, മറ്റുള്ളവരുടെ റോളിനെയും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അവരുടെ റോൾ എന്താണ് അത് അതുപോലെ തന്നെ എനിക്ക് സ്വീകാര്യമാകണം. അപ്പോൾ മാത്രമേ എനിക്ക് അവരോട് എന്തുണ്ടാവും, റെസ്പെക്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മാത്രമേ ബാബ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ എല്ലാത്തിനും ബിന്ദു ഇട്ടുകൊണ്ട് നമ്മുടെ പുരുഷാർത്ഥത്തെ ആ ഒരു സ്ഥിതിയെ നമുക്ക് മുകളിലേക്ക് ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാം നല്ലതാവും. ഇന്നലെയും നല്ലത്, ഇന്നും നല്ലത്, വരാൻ പോകുന്നതും നല്ലതായി. तो जो भी थोड़ा समय बचा है ये ब्राह्मण जीवन का पूरा लाभ लेंगे हम खुशी में, है ना. थोड़ा समय बचा है अभी. तो लास्ट पॉइंट ये मुझे कल संकल्प आया. देखिए अभी इतना माना, पहले हम योग में बैठते तो थोड़ा जल्दी हमको योग लगता था, है ना. अभी थोड़ा हमको प्रयास करना पड़ रहा है, क्योंकि वाइब्रेशन बाबा का महावाक्य है, आने वाले समय में अगर आप योग करना चाहते हैं तो भी योग कर नहीं पाते हैं, क्योंकि वाइब्रेशन इतना खराब होगा. क्योंकि इतनी सारे करोड़ों आत्माओं का वाइब्रेशन हमारे ऊपर भी पड़ रहा है ना, ये प्रकृति के ऊपर भी पड़ रहा है, हम वही वाइब्रेशन में रह रहे हैं, है ना. तो इसलिए अभी अगर हम अपना स्थिति को अच्छा बनाना चाहते हैं तो भी बनाने के लिए थोड़ा मार्जिन है, अभी थोड़ा मार्जिन है, हम बना सकते हैं. सो आने वाले समय में अगर बैठ करके योग करने के लिए भी नहीं होगा, योग भी नहीं लगेगा, क्योंकि इतना सारा वाइब्रेशन है ना.
अगर करोड़ों लोग मरेंगे क्या होगा, वाइब्रेशन, है ना। तो इसलिए समस्याएं तो बढ़ रहा है दुनिया में, तो हमको अभी से थोड़ा शक्तिशाली बनना है, हमको ज़्यादा शक्तिशाली बनना है ना। तो योग ज्ञान के ऊपर ज़्यादा अटेंशन होना चाहिए हमारा, तभी हमारा स्थिति को हम मेंटेन कर पाएंगे। अगर हमारा स्थिति अच्छा है, सीक्रेट ये है, अगर हमारा स्थिति अच्छा है तो सब कुछ अच्छा होगा, हमारा रिश्ता भी अच्छा रहेगा, हम जो भी काम करेंगे अच्छा होगा, व्यवहार भी अच्छा रहेगा, संबंध भी अच्छा रहेगा। सीक्रेट ये है, अंदर की स्थिति एकदम मजबूत होना चाहिए, अंदर कोई भी गड़बड़ नहीं, कोई, है ना, ऊपर नीचे नहीं, एकदम शांत शीतल अंदर। तो इसलिए रोज अपने से बात करना है, कम से कम 10-15 मिनट अपने से बात करना है, रोज अपने से बात करना है। सो अपने को चेक करना है, बाबा से बात करना है रोज, तब हमारा स्थिति को हम मेंटेन कर पाएंगे, है ना। सो इसलिए स्वयं के ऊपर, ये है लास्ट पॉइंट, स्वयं के ऊपर ज्यादा अटेंशन, टेंशन नहीं है, अटेंशन है, बस स्वयं के ऊपर अटेंशन होना। जिसका स्वयं के ऊपर अटेंशन है वो एकदम पास होंगे, कोई प्रॉब्लम नहीं। जिनका अपने ऊपर ही अटेंशन नहीं है, वो दूसरों के लिए भी समस्या बनेगा। ओके, सो इसलिए हम थोड़ा अपने ऊपर ज्यादा अटेंशन देंगे और ज्ञान योग के ऊपर ज्यादा हमारा ख्याल रहेगा। खुशी से हम, है ना। अच्छा, ഓം ശാന്തി. അതായത് ബൈജു പറയാണ്, ഇനി വരുന്ന സമയങ്ങൾ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇനി വരുന്ന സമയങ്ങളിലൊക്കെ അനേക കോടി ആത്മാക്കളുടെ ആ ഒരു ദുഃഖത്തിൻ്റെതാകട്ടെ, വേദനയുടെ, ബാബു പറഞ്ഞല്ലോ, ഇപ്പോൾ 1-2 പേര് മരിക്കുന്നു, കുറച്ച് ആയിരങ്ങൾ മരിക്കുന്നു, അത്ര. പക്ഷെ ഇനി വരുമ്പോൾ കൂട്ടം ഒത്തുള്ള മരണങ്ങളായിരിക്കും. അപ്പം അവരുടെ ആ ഒരു നെഗറ്റീവ് ആയിരിക്കുന്ന വൈബ്രേഷൻസ് അത് നമ്മളുടെ മേത്തും ബാധിക്കും, പ്രകൃതിയിലും ബാധിക്കും. ഇതിൻ്റെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പം ഈ പ്രഭാവത്തിൽ നിന്നും ഞാൻ മുക്തി നേടണം, ഒന്ന്. രണ്ടാമത്തത്, നമ്മളിലൂടെ ആ ആത്മാക്കൾക്ക് ശക്തി കൊടുക്കണം. അതാണല്ലോ ബാബ പറഞ്ഞ അവസാനം. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് ഞാൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആദ്യം എനിക്ക് എന്നിലെപ്പോഴും അറ്റൻഷൻ ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞല്ലോ ദാദിയുടെ ഒരു പോയിന്റ്, മുझे क्या करना है, അതേ പോയിൻ്റാണ് ബാബ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് എപ്പോഴും എന്നിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ശ്രദ്ധ എനിക്കുണ്ടാകുമ്പോൾ എൻ്റെ സ്ഥിതി ഏതൊരു സമയത്ത് ഏത് സാഹചര്യങ്ങൾക്കിടയിലും ശ്രേഷ്ഠമായിരിക്കും. കാരണം എൻ്റെ സ്ഥിതി ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ പവർഫുൾ ആകുമ്പോഴേ ഏത് പ്രശ്നങ്ങളും സാഹചര്യങ്ങളുടെ ഇടയിലും എനിക്ക് പവർഫുള്ളായിരിക്കാൻ പറ്റും. എൻ്റെ സ്ഥിതിയിൽ എനിക്ക് ശ്രദ്ധയില്ല, അറ്റൻഷൻ ഇല്ല എങ്കിൽ ഞാൻ മറ്റൊരാൾക്ക് ടെൻഷനായിട്ട് മാറുകയാണ് ചെയ്യുക. മറ്റുള്ളവർക്ക് പ്രശ്നം സൃഷ്ടിക്കാൻ ഞാൻ കാരണക്കാരനായിട്ട് മാറും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ അന്തിമ സമയത്ത് ഇനി കുറച്ച് ദിനങ്ങൾ മാത്രം ബാക്കി ഇരിക്കെ ബാബ എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഉയരാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പഠിത്തത്തിലും യോഗത്തിലും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതും, യോഗത്തിൻ്റെ സ്ഥിതിയെ വർദ്ധിപ്പിക്കേണ്ടതും പഠിത്തവും നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ മായമൊക്കെ വരും. അപ്പം നമ്മൾ വിചാരിക്കും മായ എന്ന് പറയുമ്പോൾ കൊമ്പും നാക്കലുള്ളത്, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ സ്വസ്ഥിതിയെ താഴോട്ട് വലിക്കുന്നത് എന്തോ അത് മായ. അതിൽ ബുദ്ധിമാനാരാ? എല്ലാത്തിൻ്റെ ഇടയിലും സന്തുഷ്ടനും ലഹരിയിലും ഇരിക്കുന്നവനാണ് ബുദ്ധിമാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാക്കല്ലോ എന്ന് ബായിജി പറയും. ഓം ശാന്തി. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്ത്